ആദർശ്, ഇപ്പോൾ BJP പ്രതിനിധി നൽകിയ മറുപടിയോട് എന്താണ് പറയാനുള്ളത്? തീർത്തും നിരാശാജനകമായിട്ടുള്ളൊരു മറുപടിയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് വേണം പറയാൻ. കാരണം വിദ്യാർത്ഥികൾ ഒരു പരീക്ഷ എഴുതി അതിൽ നിന്ന് അവർക്ക് പ്രതീക്ഷിച്ച രീതിയിൽ സംവിധാനത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ട് ലഭിക്കാതെ വരുന്ന സാഹചര്യത്തിൽ തിരിച്ച് അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, സംവിധാനത്തെ സപ്പോർട്ട് ചെയ്തെന്ന് സംസാരിക്കുന്ന ഒരാൾ അതിനെ പറയുന്നത് NDA തകർക്കാനുള്ള ഉദ്ദേശമാണ്, രാഷ്ട്രീയ പ്രേരിതമാണ്, രാഷ്ട്രീയം പറയുകയാണ് എന്നൊക്കെയുള്ള രീതിയിലാണ് അതിനെ പറയുന്നത്. അത് തീർത്തും നിരാശാജനകമാണ്. കാരണം NDA തകർത്തിട്ട് വിദ്യാർത്ഥികൾക്ക് എന്ത് ലഭിക്കാനാണ് എന്നുള്ള ബേസിക് ചോദ്യം അവിടെ ഉന്നയിക്കപ്പെടുന്നുണ്ട്. ആരാണ് NDA തകർക്കാൻ ശ്രമിക്കുന്നത്? ഇത്തരത്തിൽ വ്യാജ പേപ്പർ ലീക്കുകൾക്കും അല്ലെങ്കിൽ ഈ എക്സാമിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നവരുമാണ് ശരിക്കും NDA എന്ന് പറയുന്ന സംവിധാനത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ ഭാഗത്ത് ഇദ്ദേഹം ഇവിടെ ആദ്യം മുതൽ അവസാനം വരെ പറഞ്ഞത് ഇത് രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ആരാണ് ഇതിനകത്ത് രാഷ്ട്രീയം കാണാൻ ശ്രമിക്കുന്നത് എന്നുള്ളതും കൂടി നാം നോക്കണം. കേരളത്തിൽ PSC ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ടായല്ലോ. അന്ന് ഇദ്ദേഹത്തിൻ്റെ പാർട്ടി ഉൾപ്പെടെയുള്ളവർ ഇവിടെ കൃത്യമായി അതിന് രാഷ്ട്രീയമുണ്ട് എന്ന് തന്നെയുള്ള രീതിയിൽ അത് പറഞ്ഞിട്ടുണ്ട്. അന്ന് അതിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അതിനെ ഞാൻ ഉൾപ്പെടെയുള്ളവർ അംഗീകരിക്കുന്നു. അതിൽ സംശയമില്ല. രാഷ്ട്രീയക്കാർ മിണ്ടരുത് എന്ന് പറയുന്നതിലും അർത്ഥമില്ല. ഞാൻ സരസ്വതി യൂണിയിലേക്ക് പോകുന്നു. സരസ്വതി, ഇപ്പോൾ പരീക്ഷ എഴുതാൻ പോയ സരസ്വതി അടക്കമുള്ള വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന ഘട്ടത്തിൽ എത്രത്തോളം ഒരു കാര്യം ഒന്ന് പറയാനുള്ളത്, ഒരു കാര്യം ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, ഇവർ രാഷ്ട്രീയം പറയരുത് എന്ന് പറയുമ്പോൾ ഈ നെറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ അതൊന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. തിയേറ്റർ ആർട്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തിനാണ് പ്രാണപ്രതിഷ്ഠയുടെ ദിവസത്തെ പറ്റിയുള്ള ചോദ്യം വരുന്നത്? എന്തിനാണ് ആ പരീക്ഷയിൽ ഹനുമാനുമായി ബന്ധപ്പെട്ട രാമായണത്തിലെ ഭാഗം ഏതാണ് എന്നുള്ള ചോദ്യം വരുന്നത്? ഇനി ഞാൻ എഴുതിയ പൊളിറ്റിക്കൽ സയൻസിലെ പരീക്ഷയാണെങ്കിൽ തന്നെ നോക്കുക, അതിൽ അടൽ ബിഹാരി വാജ്പേയിക്കും സവർക്കറിനുമുള്ള പ്രാധാന്യം കൂടിക്കൊണ്ട് നെഹ്റുവിനും ഗാന്ധിക്കും ഉൾപ്പെടെയുള്ളവരുടെ പ്രാധാന്യം കുറച്ചുകൊണ്ടാണുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉൾപ്പെടെയുള്ള നടത്തുന്നത് ഇവരാണ്. എന്നിട്ട് വേറെ തരത്തിൽ തന്നെ ചർച്ച ചെയ്യേണ്ട വിഷയമായതുകൊണ്ട് ആദർശ് നമ്മുടെ സമയക്കുറവുള്ളതാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.